സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനത്തിലേക്ക് സ്വാഗതം. എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 121 വാക്യം. സങ്കീർത്തനം 121 യെരൂശലേമിലേക്കുള്ള തീർത്ഥാടകർ സഹായം എവിടെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് സമാനമായി ചോദിച്ചു. സിയോൻ പർവ്വതത്തിലെ വിശുദ്ധ നഗരത്തിലെ യാത്ര ദീർഘവും അപകടവുമായിരുന്നു. യാത്രക്കാർ കഠിനമായ കയറ്റം കയറണമെന്നായിരുന്നു അവൻ്റെ അഭിരുചികൾ. ഇന്ന് ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന ദുഷ്കരമായ യാത്രകൾ പോലെ തോന്നിയേക്കാം. രോഗം, ബന്ധനങ്ങളിലെ പ്രശ്നങ്ങൾ, വേർപാട്, ജോലിയിലെ സമ്മർദ്ദം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, തൊഴിലില്ലായ്മ തുടങ്ങിയ കഠിനമായ പാതകൾ. എന്നാൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ് തന്നെ നമ്മെ സഹായിക്കുന്നു എന്ന സത്യത്തിൽ നമുക്ക് ധൈര്യപ്പെടാം. അവൻ നമ്മുടെ ജീവനത്തെ കാക്കുന്നു. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവനറിയാം. കാക്കുക എന്നാൽ ഷമാർ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം സംരക്ഷിക്കുക എന്നാണ്. പ്രപഞ്ചത്തിലെ സൃഷ്ടാവ് നമ്മുടെ രക്ഷാധികാരിയാണ്. നാം അവൻ്റെ സംരക്ഷണത്തിലാണ്. ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ച് തക്ക സമയത്ത് അവൻ നമ്മെ കരുതുന്ന ഒരാളാണ്. നമ്മുടെ യാത്ര ഓരോ ചുറ്റുപാടിലും ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലും സംരക്ഷിത അതിരുകളിലാണെന്നും നാം എന്നറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? അവൻ ആകാശത്തെ ഭൂമി സൃഷ്ടാവാണെന്ന് അറിയുന്നത് നിങ്ങളെ എങ്ങനെയാണ് ധൈര്യപ്പെടുത്തുന്നത്? പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹായത്തിൻ്റെ ഉറവിടമായി നന്ദി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആവത്ത് അവിടുന്ന് രോഗദുഃഖം ദൈവസേനയിലേക്ക് കയറി. വെളിപാട് ദിവസം 8-ാമത്തെ